നമസ്കാരം, ഞാൻ മനീഷ് വാര്യർ. നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മെയ് മാസം 2-ാം വാരത്തിലെ ആഴ്ചഫലമാണ് നോക്കുന്നത്. ഓരോ ജാതകർക്കും അവരവരുടെ ഗ്രഹനിലയിലെ രാശ്യാധിപനെ ബേസ് ചെയ്തിട്ട് ഓരോ നക്ഷത്രങ്ങൾക്കാർക്കും പലതരത്തിലുള്ള ഫലങ്ങളാണ് വരുന്നത്. പക്ഷെ എന്നിരുന്നാലും തന്നെ നമുക്ക് ഓരോ നക്ഷത്രങ്ങളും ഓരോ ആഴ്ചയിലും വ്യത്യസ്തങ്ങളായിട്ട് വന്ന് നമുക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഓരോ സമയത്തും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോ നക്ഷത്രക്കാർക്കും പലതരത്തിലാണ് അനുഭവപ്പെടുക. ഒരേ നക്ഷത്രത്തിലുള്ള പലർക്കും പല അനുഭവങ്ങളാണ് വന്നുപെടുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു പൊതുവായ കൂറുഫലമാണ് ആഴ്ചഫലമായി പറയുന്നത്. മേടക്കൂറ്. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ചേർന്നതാണ് മേടക്കൂറ്. മേടരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതേപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളും പറയുന്നുണ്ട്. ബന്ധുമിത്ര കലഹമാണ് എടുത്തു പറയേണ്ടത്. അവരുടെ സംസാരത്തിൽ ഉണ്ടാകാവുന്ന ഒരു അഗ്രസീവ്നെസ് കാരണമുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. പക്ഷേ അവർ വളരെയധികം ശ്രദ്ധയോടെ പോവുകയാണെങ്കിൽ ഈ വരുന്ന പ്രശ്നങ്ങളെയെല്ലാം അവർക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സാമ്പത്തികപരമായി നേട്ടമുണ്ടാകുമെങ്കിലും അതേപോലെ തന്നെ ധാരാളിത്തരവും കാരണം ചിലവുകളും ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലി വഴക്കുണ്ടാക്കുകയും അങ്ങനെ കുടുംബസൗഖ്യം അല്ലെങ്കിൽ കുടുംബത്തെ സമാധാനം നഷ്ടപ്പെടാനൊരു സാധ്യതയും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ രാശിക്കാർ കൈകാര്യം ചെയ്യാനായിട്ട്. പക്ഷേ നമുക്ക് നേരിടുന്ന പല പ്രശ്നങ്ങളെയും കൂടുതൽ ചിന്തിച്ചും അല്ലെങ്കിൽ സംസാരിച്ചും വഷളാക്കാതെ അത് അതിൻ്റേതായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാൻ അല്ലെങ്കിൽ മോചനം ഉണ്ടാകാൻ സാധിക്കുന്നതാണ്. മനസ്സിന് ശാന്തി കിട്ടാനും സന്തോഷമുണ്ടാകാനുമായിട്ട് നമ്മൾ യഥാശക്തി നമ്മുടെ ഇഷ്ട ദൈവത്തെ ഭജിച്ച് നമ്മൾ ശാന്തി കണ്ടെത്തേണ്ടതാണ്. ഇടവരാശി. കാർത്തിക മുക്കാപ്പാദവും രോഹിണി മകീരത്തിൻ്റെ അരപ്പാദവും ചേർന്നാണ് ഇടവരാശി. ഇടവരാശിയിലെ ബിസിനസ്സുകാർക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാലമാണിത്. പലതരത്തിലുള്ള പുതിയ അവസരങ്ങൾ അവരെ എത്തിക്കുകയും ഫ്രണ്ട്ഷിപ്പായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പങ്കാളികളായിട്ടാണെങ്കിലും അങ്ങനെ വരികയും ബിസിനസ്സിൽ വളരെയധികം ഉന്നമനം ഉണ്ടാകുന്ന ഒരു കാലമാണ്. അതേപോലെ തന്നെ ജോലിക്കാർക്ക് ജോലി തേടുന്നവർക്ക് ജോലി കിട്ടാനും അതിൽ ജോലിയിലുള്ള കണ്ടിന്യൂ ചെയ്തു പോകുന്ന ആൾക്കാർക്ക് ഒരു പ്രൊമോഷൻ ലഭിക്കാനൊരു സാധ്യതയും ഈ ആഴ്ച ഉണ്ട്. പക്ഷേ അതിന് യഥാവിധി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവരവരുടെ ഭാഗത്തുനിന്ന് അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും സന്തോഷത്തോടെയും അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ശാന്തിയോടെയും കാര്യങ്ങളെ നോക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതേപോലെ തന്നെ ആരോഗ്യപരമായ കുറച്ച് പ്രശ്നങ്ങൾ മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാർക്ക് പറയുന്നുണ്ട്. അവർ പലതരത്തിലുള്ള ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുമൂലം ശരീരക്ലേശങ്ങൾ അനുഭവിക്കേണ്ടിയും വരുന്ന ഒരു ആഴ്ചയാണ് ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച. അവർ വളരെയധികം ശ്രദ്ധയോടെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാതെ, കാരണം ദേഷ്യം കൂടാനൊരു സാധ്യത ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാതെ കാര്യങ്ങളെ അനുയോജ്യമായ രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു മനസ്സിന് ശാന്തി ലഭിക്കാനായി യഥാശക്തി ഈശ്വരഭജനം നടത്തുകയും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന നമുക്ക് ശാന്തി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മനസ്സിനെ നിയന്ത്രിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പലതരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ വലിയ രീതിയിലേക്ക് പോകാനൊരു സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോരോ കാര്യങ്ങളെ അവർ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളായിട്ടുള്ള ആൾക്കാർ അവർ സുഹൃത്തുക്കളുമായി കളിക്കുമ്പോഴും മറ്റും വഴക്കുകൾ ഉണ്ടാക്കുകയും അത് പേരൻസിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. അവിടെ വളരെയധികം ശ്രദ്ധയോടെ വേണം അവർ ചെയ്യാനായിട്ട്. മിഥുനക്കൂറ്. മകീരം അരപ്പാദവും തിരുവാതിര പുണർതം മുക്കാപാദവും ചേർന്നാണ് മിഥുനക്കൂറ്.
മിഥുന രാശിയിലെ ദമ്പതികൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. കലഹമാണ് പറയേണ്ടത്. ചെറിയ കാര്യങ്ങൾ കുടുംബത്തിനകത്ത് കലഹങ്ങൾ ഉണ്ടാവുകയും ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായിരിക്കില്ല കലഹം, പകരം വീട്ടിലെ മുതിർന്ന ആൾക്കാരുമായിട്ടായിരിക്കും വരിക. ബന്ധുമിത്രാദികളുമായിട്ടുള്ള കലഹങ്ങളായിരിക്കാം. അതുമൂലം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാനൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ ആ പ്രശ്നത്തെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധയോടെ വേണം ചെയ്യുന്നത്. അതേപോലെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങളിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത മിഥുന രാശിക്കാർക്ക് ഈ ആഴ്ച ഉണ്ട്. സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. ലോൺ എടുത്തിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ ചിലവ് കാരണം പ്രോപ്പറായിട്ട് ഇത് അടയ്ക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതേപോലെ തന്നെ നിയമപരമായ കാര്യങ്ങൾ നേരിടുന്ന ആൾക്കാർക്ക് നിരാശയാണ് ഫലം. അവർ ചിലപ്പോൾ താൻ നേരിടുന്ന പ്രശ്നങ്ങൾ തനിക്ക് പ്രതികൂലമായി വരാനൊരു സാധ്യതയുണ്ട്. അതിന് വേണ്ടുന്ന തുടർ നടപടികൾ വളരെയധികം ആലോചിച്ച് ചെയ്ത് പോകേണ്ടതാണ്. മനസ്സിന് ശാന്തി കിട്ടാനായി ഈശ്വരഭജനത്തിലൂടെയും ദാനധർമാദികൾ നടത്തുന്നതിലൂടെയും ഇവർക്ക് പല പ്രശ്നങ്ങളിൽ നിന്നും കരകയറി പോകാൻ സാധിക്കുന്നതാണ്. കർക്കിടക രാശി. പുണർതം, കാല്, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടക രാശി. കർക്കിടക രാശിയിലെ ബിസിനസ്സുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവർക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങൾ വരാനൊരു സാധ്യത ഇവിടെയുണ്ട്. അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടാകാവുന്ന നഷ്ടങ്ങൾ, അതായത് അവരുടെ പാർട്ട്ണർമാർ അവരെ പറ്റിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ കൊടുത്ത ചില സാധനങ്ങൾ പ്രോപ്പറായി വരാതിരിക്കുക, അതുമൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കച്ചവടക്കാർക്ക് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജോലിക്കാർ സൂക്ഷിക്കുക. ചിലപ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെടാനൊരു സാധ്യതയും കൂടെ നമ്മൾ പറയുന്നുണ്ട്. കാരണം അവിടെ ജോലി സ്ഥലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണവും അല്ലെങ്കിൽ കമ്പനിയുടെ സ്ഥിതി വളരെ മോശമായതുകൊണ്ട് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അവർ അതിനെ മറികടക്കാനായുള്ള വഴികൾ ശ്രദ്ധയോട് കൂടിയിട്ടും വളരെയധികം ഗൗരവത്തോടും കൂടി വേണം ആ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാനും തങ്ങൾക്ക് നേരിടുന്ന തങ്ങളുടെ ദുർസ്ഥിതി തരണം ചെയ്ത് പോകാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. അതേപോലെ തന്നെ വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് കുറച്ച് സങ്കടകരമായ കാര്യമാണ്. അവർ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു ബന്ധം കിട്ടാതെ വരിക, അല്ലെങ്കിൽ അവരെ ആ മോഹം സാധിക്കാതെ വരിക, അങ്ങനെയുള്ള ഒരു കാലം കൂടിയുണ്ട്. പക്ഷേ ഇതിനെല്ലാം ശാന്തി വരുത്താനായിട്ടും മറ്റുമായി അവർ ദേവീഭജനം നടത്തി വളരെയധികം ക്ഷമയോട് കൂടിയിട്ടും ശാന്തതയോട് കൂടിയിട്ടും കാര്യങ്ങളെ നേരിടുമ്പോൾ അവർക്ക് വരും കാലങ്ങളിൽ ഇതിനൊരു പരിഹാരം ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ മുതിർന്ന ആൾക്കാർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മക്കളുമായിട്ടും കൊച്ചുമക്കളുമായിട്ടും വഴക്കുണ്ടാകാനൊരു സാധ്യതയും കൂടി അവിടെയുണ്ട്. അവരും വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാനായിട്ട്. ചിങ്ങരാശി. മകം, പൂരം, ഉത്രം, കാൽപാദം ചേർന്നാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച കുടുംബജീവിതത്തിൽ കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ദമ്പതിമാരായിട്ടുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധയോടെ വേണം ചെയ്യാനായിട്ട്. കാരണം മക്കളുടെ കാര്യങ്ങൾ ചൊല്ലി പറഞ്ഞും മറ്റുള്ള അയൽപക്കത്തെ വിശേഷങ്ങൾ പറഞ്ഞും അവർ പരസ്പരം കലഹിക്കാനൊരു സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാതെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് സംസാരിച്ച് തീർക്കേണ്ടതാണ്. കൂടുതൽ മോശമാകുമ്പോൾ സംസാരം നിർത്തുന്നതായിരിക്കും നല്ലത്. അത് ശ്രദ്ധിക്കാൻ പറ്റാമെന്നാൽ അവരുടെ സംസാരം മുഖേന വലിയ വഴക്കുകളിലേക്ക് പോകാനൊരു സാധ്യത ഉണ്ട്. ബന്ധുമിത്രാദികളുമായിട്ടുള്ള കലഹങ്ങൾ പറയാം. പിന്നെ അതേപോലെ തന്നെ ചിങ്ങരാശിയിലുള്ള ആൾക്കാർ ധനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ധനം കഴിവതും ആർക്കും സഹായമായി കൊടുക്കാതിരിക്കുക. കൊടുത്താൽ അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. മറ്റുള്ളവരെ വാക്ക് കേട്ട് ഒന്നും ചെയ്യാതിരിക്കുക. തനിക്ക് ശരിയാണെങ്കിൽ മാത്രം ചെയ്യുക. അവർ വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കുറച്ച് കഷ്ടങ്ങളായിരിക്കും സംഭവിക്കുക. കന്നിരാശി. ഉത്രം മുക്കാൽപാദവും അത്തം ചിത്തിരയുടെ കാൽപാദവും ചേർന്നാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ നേരിടേണ്ടി വരിക, അപകടങ്ങളാണ് മെയിനായിട്ട് പറയേണ്ടത്. അത് രോഗങ്ങൾ മുഖേനയുള്ള പ്രശ്നങ്ങളായിട്ടും
വാഹനം മൂലമുള്ള ആക്സിഡൻ്റായിട്ടും മറ്റും പറയുന്നുണ്ട്. അതുകൊണ്ട് അവർ വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ രാശിക്കാർ ഈ ആഴ്ച ഓരോ കാര്യങ്ങളെ സമീപിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുമൊക്കെ. അതിൽ കുട്ടികളായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് സന്തോഷമുണ്ട്. അവർക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങൾ വളരെയധികം ഭംഗിയായി നടക്കുകയും അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ ജോലിക്കാർക്കും മോശമല്ല, അവരും ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ എങ്കിലും കാലം അനുകൂലമാണ്. ഇവർക്ക് പല പ്രശ്നങ്ങളിലായിട്ടുള്ളവരിൽ നിന്ന് കരകയറാനായിട്ട് യഥാശക്തി ഈശ്വരഭജനം നടത്തുകയും അതേപോലെ തന്നെ ദാനധർമാദികൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ മനസ്സിന് ശാന്തി ലഭിക്കുകയും തങ്ങളുടെ പല ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. തുലാക്കൂറ് ചിത്ര അരപ്പാദവും ചോതി വിശാഖം മുക്കാപ്പാദവും ചേർന്നതാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള ദോഷങ്ങളാണ് കൂടുതലും പറയുന്നത്. ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. മെയിനായിട്ട് രോഗപീഠയാണ് പറയേണ്ടത്. പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുക, അത് ശാരീരിക അസ്വസ്ഥതകൾ, ഭക്ഷണം മുഖേന ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, പിന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ചെറിയ വഴക്കുകൾ ഉണ്ടാകുന്ന അവരുടെ വാക്കുകൾ മൂലമുള്ള വേദന, മനസ്സിൻ്റെ സങ്കടങ്ങൾ ആണ് പറയുന്നത്. അത് വളരെയധികം ശ്രദ്ധയോടെ വേണം അതിനെ തരണം ചെയ്ത് പോകാനായിട്ട്. അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ മാനസിക ദുഃഖം വരുന്നതുകൊണ്ട് അത് നഷ്ടപ്പെടാനൊരു സാധ്യത ഉണ്ട്. ലാഭം കിട്ടിയത് ചിലപ്പോൾ പോകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരും വളരെയധികം ശ്രദ്ധയോടെ വേണം തങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും അത് വ്യക്തമായിട്ട് മോണിറ്റർ ചെയ്ത് വേണം പോകാൻ. നിയമപരമായ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർക്ക് അതിൽ നിന്നും മോചനം നേടാനൊരു സാഹചര്യം ഉരുത്തിരിയുന്നതാണ് ഈ ആഴ്ച. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പെട്ടുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതാണ്. വൃശ്ചികക്കൂറ് വിശാഖം കാൽപാദവും അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേർന്നാണ് വൃശ്ചികക്കൂറ്. വൃശ്ചിക രാശിയിലെ കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം സന്തോഷപ്പെട്ട കാലമാണ്. അവർക്ക് പുതിയ കുടുംബം ഉണ്ടാക്കാൻ സാധിക്കുക, അതായത് വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ മംഗളകാര്യങ്ങൾ നടക്കുക, പുതിയ ഗ്രഹം ഉണ്ടാക്കാൻ സാധിക്കുക, വാഹനം കിട്ടുക, അങ്ങനെയുള്ള ഒരു നല്ല കാര്യങ്ങളിലേക്ക് എത്തുന്ന ഒരു കാലമാണ് വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച. പക്ഷേ എന്നിരുന്നാലും അവർ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമുള്ള അവരുടെ സംസാരം സൂക്ഷിക്കേണ്ടതാണ്. പലതരത്തിലുള്ള വാക്കുകൾ കൊടുക്കേണ്ടി വരികയും അത് പാലിക്കാൻ പറ്റാതെ വരികയും അതുമൂലമുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളിലേക്ക് എത്തപ്പെടാനൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കോളേജ് ബിരുദ വിദ്യാഭ്യാസം ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധയോടെ വേണം തങ്ങളുടെ കാര്യങ്ങൾ നോക്കാനായിട്ടും. അവർക്ക് പലതരത്തിലുള്ള സങ്കടങ്ങൾ വരികാനും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനും ഒരു സാധ്യത അവിടെയുണ്ട്. അവർ വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങളെ സമീപിക്കാനായിട്ട്. ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽപാദം ചേർന്നാണ് ധനുക്കൂറ്. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് സങ്കടകരമായ കാലമാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടുക, സംസാരം മുഖേന ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ വരിക, ബന്ധുമിത്രാദികളും മറ്റ് കലഹമുണ്ടാകുക, പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് തങ്ങളുടെ സീനിയേഴ്സുമായിട്ടും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനുമായിട്ടും കുറച്ച് പ്രശ്നങ്ങൾ വരിക, അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് വഴക്കുകൾ വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുടുംബജീവിതത്തിലെ അകത്ത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലുണ്ടാകാവുന്ന കലഹങ്ങൾ പറയുക, പലതരത്തിലുള്ള സംസാരം മുഖേനയുള്ള പ്രശ്നങ്ങളാണ് പറയേണ്ടത്. അത് എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും പ്രശ്നങ്ങൾ വരാനൊരു സാധ്യത അവിടെയുണ്ട്. അവർ വളരെയധികം ശ്രദ്ധയോടെ തങ്ങളുടെ സംസാരത്തെ നിയന്ത്രിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പലതരത്തിലുള്ള വഴക്കുകൾ ചെന്ന് പെടുകയും അതുകൊണ്ട് വളരെയധികം വലിയ പ്രശ്നങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യവും അല്ലെങ്കിൽ ഒരു കാലവുമാണ് ഈ ആഴ്ച. അവിടെ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിന് ശാന്തി കിട്ടാനായിട്ടും മറ്റുമായി യഥാശക്തി ഈശ്വരഭജനം നടത്തി തങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതാണ്. മകരരാശി ഉത്രാടം മുക്കാൽ പാദവും തിരുവോണവും അവിട്ടം അരപ്പാദവും ചേർന്നാണ് മകരക്കൂറ്. മകരരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രിതമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകും എങ്കിലും അതേപോലെ തന്നെ കുറച്ച് സങ്കടകരമായ കാര്യമുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളിലാണ് ബുദ്ധിമുട്ട് പറയുന്നത്. പ്രത്യേകിച്ചും ഉദരസംബന്ധമായ കുറച്ച് പ്രശ്നങ്ങളിൽ ചെന്ന് പെടുക, അത് ഭക്ഷണം കഴിച്ചത് മുഖേന ഉണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന യഥാവിധി
പ്രതിക്രിയകൾ, അതായത് പരിഹാരങ്ങളായിട്ടും മരുന്ന് എടുക്കുകയും അതുപോലെ ഭക്ഷണം കുറയ്ക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്ത് അവരത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ പക്ഷം ഉദര സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങൾ വരികയും അത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് വഴിമാറിപ്പോകാനുള്ളൊരു സാധ്യതയും കൂടിയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടാണ്. അതേപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഗുണകരമായൊരു കാലമാണ്. ജോലി തേടുന്ന ആൾക്കാർക്ക് ഗുണകരമായ അവസ്ഥയുണ്ട്. വിദ്യ തേടുന്ന ആൾക്കാർക്ക് പുതിയ വിദ്യയ്ക്കുള്ള അവസരങ്ങൾ വരിക. വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് വിവാഹത്തിനുള്ളൊരു കാലമാണ്. മംഗളകരമായ പല കാര്യങ്ങളും നടക്കാനൊരു സാധ്യതയും ഈ ആഴ്ചയുണ്ട്. ശാന്തിക്കായി യഥാശക്തി ഈശ്വരഭജനം നടത്തുകയും അതേപോലെ തന്നെ ദാനധർമാദികൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. കുംഭക്കൂറ്. അവിട്ടം അരപ്പാദവും ചതയം പൂരിട്ടാതി കാൽപാദവും ചേർന്നതാണ് കുംഭക്കൂറ്. കുംഭരാശി ഉള്ള ആൾക്കാർക്ക് ഈ ആഴ്ച ബന്ധുമിത്രാദികളുമായിട്ടുള്ള കലഹമാണ് പറയുന്നത്. അവരുടെ സ്വഭാവ മൂലവും അല്ലെങ്കിൽ കുടുംബത്തിനകത്തെ സ്വത്തുക്കളെ ചൊല്ലിയുള്ള തർക്കവും കാരണം ബന്ധുമിത്രങ്ങളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ ഒരു ആഴ്ച കുംഭരാശിക്കാർ എല്ലാ കാര്യങ്ങളെയും സമീപിക്കാനായിട്ട്. പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവരുടെ മനസ്സിൻ്റെ ഒരു കാഴ്ചപ്പാട് കൊണ്ടുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് അവിട്ടത്തിൻ്റെ അവസാന പാദത്തിലുള്ള ആൾക്കാർക്കും പൂരിട്ടാതിയുടെ ആദ്യ പാദത്തിലുള്ള ആൾക്കാർക്കുമാണ് ഈ പ്രശ്നം കൂടുതലായി പറയുന്നത്. ചതയ നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവരെ മറ്റുള്ളവർ പറ്റിക്കും. അതുകൊണ്ട് അവർ വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനായിട്ട് മനസ്സിന് ശാന്തി കിട്ടാനുമായി യഥാശക്തി ഈശ്വരഭജനം നടത്തുകയും വിദഗ്ധ ഉപദേശം തേടി തങ്ങൾ ഓരോ കാര്യങ്ങളെ സമീപിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതിനെ കരകയറാനായിട്ടാണ് വിദഗ്ധ ഉപദേശം തേടുകയും മനസ്സിന് ശാന്തി വരുത്താനായിട്ട് ഈശ്വരഭജനം നടത്തുകയും ചെയ്യേണ്ടത്. മീനക്കൂറ്. പൂരിട്ടാതി കാൽപാദവും ഉത്രട്ടാതി രേവതിയും നക്ഷത്രം ചേർന്നതാണ് മീനക്കൂറ്. മീനരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമാണ്. നല്ല പല കാര്യങ്ങളുണ്ടാകുമെങ്കിലും കുറച്ച് സങ്കടങ്ങളും ഉണ്ട്. അതായത് കിട്ടിയ ലാഭം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. കച്ചവടക്കാരൊക്കെയുള്ള ആൾക്കാർ അവർക്ക് കച്ചവടം ചെയ്തുണ്ടായ ലാഭം മറ്റു പല കാര്യങ്ങളിൽ കൊണ്ട് റീഇൻവെസ്റ്റ് ചെയ്തുണ്ടാകാവുന്ന നഷ്ടമാണ് പറയേണ്ടത്. അതുകൊണ്ട് മനസ്സിനുണ്ടാകുന്ന ഭ്രമങ്ങളെ വളരെയധികം ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വിവാഹം നോക്കുന്ന ആൾക്കാർക്കും കുറച്ച് സങ്കടമാണ്. തങ്ങൾക്ക് ഉറച്ചു വന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് വന്നിട്ടുള്ള പല ബന്ധങ്ങളും ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലി മുടങ്ങിപ്പോകാനൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തൃപ്തികരമായ രീതിയിലുള്ള ഒരു ബന്ധം കിട്ടാതെ വരുന്നുണ്ട്. അത് വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും. അതേപോലെ തന്നെ തങ്ങൾക്ക് വേണ്ടുന്ന ആ മനസ്സിൻ്റെ ബലം കൂട്ടാനുള്ള ജപങ്ങൾ, പ്രാർത്ഥനകൾ വളരെയധികം നടത്തേണ്ടതാണ്. അതേപോലെ തന്നെ കുട്ടികളായിട്ടുള്ളവരും ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്കും മനസ്സിന് സങ്കടം വരാനൊരു സാധ്യത ഉണ്ട്. പലതരത്തിലുള്ള മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് തങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് മീനരാശിക്കാർക്ക് ഈ ആഴ്ച. പ്രത്യേകിച്ച് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കാണ് കൂടുതലും സങ്കടങ്ങൾ പറയുന്നത്. വളരെയധികം ശ്രദ്ധയോടെ വേണം അവർ ഓരോ കാര്യങ്ങളെ കാണാനും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനായിട്ടും തങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം നടക്കാനായിട്ടും യഥാശക്തി ഇഷ്ടദൈവത്തെ ഭജിക്കുകയും അവർക്ക് വേണ്ടുന്ന വഴിപാടുകൾ നടത്തുകയും ചെയ്ത് തങ്ങളുടെ മനസ്സിനെ ശാന്തിയും പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ദൃഷ്ടിദോഷങ്ങളെ അകറ്റുകയും ചെയ്യേണ്ടതാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി വരാം. നന്ദി, നമസ്കാരം.